ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ തീർത്ഥാടന യാത്രയിൽ കണ്ട അമ്പലങ്ങളിലൊന്നാണ് കേട്ടോ എൻ്റെ പിറകിലായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിൽ നിന്ന് 20 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കമേറിയ വിഷ്ണുമായ ക്ഷേത്രമാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്നതനുസരിച്ച് ഋഷിയായിരുന്ന കൂനമുത്തപ്പൻ മനുഷ്യവർഗത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി ശക്തനും എളുപ്പത്തിൽ പ്രസാദിപ്പിക്കുന്നതുമായ ഒരു ദേവൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ആവശ്യമാണെന്ന് മനസ്സിലാക്കി കുടുംബദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കഠിന തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടയായ ദേവി പ്രത്യക്ഷപ്പെട്ടു. ശ്രീ പരമേശ്വരൻ്റെ മകനായ ചാത്തൻ സ്വാമിയെ പ്രീതിപ്പെടുത്താനും സ്വന്തമാക്കാനും കഴിയുന്ന മന്ത്രം തനിക്ക് നൽകണമെന്ന് ഋഷി ദേവിയോട് അപേക്ഷിച്ചു. സന്തുഷ്ടയായ ദേവി അതിനുള്ള മന്ത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. തുടർന്ന് കൂനമുത്തപ്പൻ ഹിമാലയത്തിൽ പോയി നാഗമുനിമാരുടെ ഉപദേശം പാലിച്ച് കഠിനമായി തപസ് ചെയ്തു. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഈ ദേവതയുമായി അദ്ദേഹം പെരിങ്ങോട്ടുകരയിലേക്ക് മടങ്ങുകയും ചെയ്തു. പെരിങ്ങോട്ടുകരയിൽ എത്തിയ ശേഷം ഇപ്പോൾ കാനാടി കുടുംബം നിലനിൽക്കുന്ന സ്ഥലത്ത് സ്വാമിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്തായാലും അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 5-5:30 സമയത്തോടടുത്താണ് ആ അമ്പലത്തിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ഇതിലൂടെ വാക്കുകളിലൂടെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അവിടുത്തെ ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, അവിടുത്തെ ശില്പഭംഗി എല്ലാം കണ്ട് നമുക്ക് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അവിടെ നിന്ന് ചെലവഴിക്കാം. അതുപോലെയുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങൾക്ക് മറ്റുള്ള അമ്പലങ്ങളിലേക്ക് പോകേണ്ടതിനാൽ ഒരുപാട് നേരം അവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. ആ ഇരുന്ന അത്ര സമയം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ 6:30യോടനുബന്ധിച്ച് അവിടെ പ്രഭ ഇങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ സുവർണ ക്ഷേത്രമാണോ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഒരു ഭയങ്കരമായൊരു അന്തരീക്ഷമാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ വണ്ടിയിൽ കയറി എടുത്ത വീഡിയോസാണ് ഞാൻ ഈ കാണിക്കുന്നത്. അന്നേരം ഉണ്ടായ ആ ഒരു പ്രകൃതി ഭംഗിയും എല്ലാം ഇതിനെ ഒന്നിനോടൊന്ന് മനോഹരമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.